ഹേ ഗൈസ്, ഇന്ന് എനിക്കൊരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കി കഴിക്കാനൊരു കൊതി. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്ന ബസലക്കറിയാണ്. ബസല എന്ന് പറയുന്ന ഒരു ചീരയാണ് ഗൈസ്. കാസർഗോഡുകാർക്ക് പ്രത്യേകിച്ചിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ബസല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മീനിൻ്റെ കറി ഉണ്ടാക്കുന്നത് ഇത് മാത്രം ഇട്ടിട്ടല്ല, ഈ ഒരു സാധനം കൂടി ഇട്ടിട്ടാണ്. ഇനി നമ്മുടെ നാട്ടിൽ പറയുന്നത് ചിപ്പി എന്നാണ്. നിങ്ങൾ എന്ത് പറയുന്നത് കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ നമ്മളെ ബസലക്കറി സെറ്റായി ഗൈസ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചട്നിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ, കുറച്ച് മുളക്, കുറച്ച് പുളി, കുറച്ച് ഉള്ളി, കുറച്ച് ഉപ്പ്, അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയ ശേഷം പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിന് നല്ലോണം പൊടിച്ചെടുത്ത് ഗൈസ്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കാം. എനിക്ക് വേണ്ടി ഇത്ര ചോറെടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ചമ്മന്തി. ഈ ചട്നി കഴിക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി കഴിക്കണം ഗൈസ്, അത്രയ്ക്കും ടേസ്റ്റാണ്. കുറച്ച് നമ്മൾ ബസലക്കറി അതിലേക്ക് ആ ചിപ്പി എല്ലാം ഇട്ടിട്ട് അതിൻ്റെയും ആ ബസലൻ്റെ എല്ലാം ടേസ്റ്റ് ഓഫ്. അങ്ങനെ സീഡിലായിട്ട് ഉമ്മ മത്തി ഫ്രൈ ഉണ്ടാക്കി, അങ്ങനെ അതും രണ്ട് എടുത്ത്. പിന്നെ ഈ ഒരു സാധനം അതറിയാത്ത മലയാളികളുണ്ടാവും, നമ്മളെ മത്തിൻ്റെ മുട്ട. ഉമ്മ എന്ത് ടേസ്റ്റ് അത്. അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ലഞ്ച് ബോക്സ് സെറ്റാക്കിയിട്ട് വെച്ച് ഇനി ഒരു ½ കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഉമ്മ എൻ്റെ ലഞ്ച് ബോക്സ് പണ്ട് എനിക്ക് ഉമ്മ തന്നിട്ട് ലഞ്ച് ബോക്സ് എല്ലാം ഓർമ്മ വരുന്ന ഗൈസ്. ഇത്രയെല്ലാം കറികൾ ഉണ്ടായിട്ടെങ്കിലും എന്തോ ഒരു ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കി തരുന്ന ലഞ്ച് ബോക്സ്. അങ്ങനെ ഞാൻ ആ ലഞ്ച് ബോക്സ് കഴിച്ച് ഗൈസ്, എന്തോ ഒരു ടേസ്റ്റാണ്. എന്നാലും എൻ്റെ ഉമ്മ അന്ന് ഉണ്ടാക്കി തരുന്ന അത്ര വരില്ല ഗൈസ്. അതിലുള്ള ഓരോ സാധനങ്ങളും ആസ്വദിച്ച് കഴിച്ച് ഗൈസ്. അപ്പോൾ അതെല്ലാം തിന്നിട്ട് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.